ഹേ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ വീഡിയോ. സോ ഇപ്പം ഞാൻ നിൽക്കുന്നത് വയനാടാണ്. ആക്ച്വലി ഇന്നലെ രാത്രി ഞങ്ങളിവിടെ വയനാട് എത്തിയിട്ടുണ്ടായിരുന്നു. സൈഫർക്കാട് ഒരു ഫ്രണ്ടിൻ്റെ വീട്ടിലാണ്, ഇപ്പോൾ ബ്രജേഷേട്ടൻ്റെ വീട്ടിലാണ്. എനിക്ക് ആക്ച്വലി ഈ വീട്ടിലുള്ള എല്ലാവരും ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഹർഷ ചേച്ചി സൂപ്പർ കിടിലും കുറേ സംസാരിക്കുന്ന ആ ചേച്ചി. അപ്പം ഞങ്ങൾ ഇന്ന് ഇവിടെ കുറേ ഇങ്ങനെ കറങ്ങി അടിച്ച് നടക്കുന്ന പരിപാടികളാക്കി. വെൽക്കം ടു ദ വ്ളോഗ്. ഞാനിവിടെ നേരം കാണിച്ചു തരാം. വ്ളോഗാണ്. ഹായ്. ഇത് ഇതേപോലെ ഇടും. തുട്ടുമണി തുട്ടുമണി കൊടൈസിൽ കൊറേ ഉണ്ട് കാണാൻ. ബ്രോ എന്ത് പറ്റി ബ്രോ? ഇത് വ്ളോഗിലെന്ന് പറയാൻ രണ്ട് വാക്ക് പറയോ? ഇവിടെ കുഞ്ഞു നല്ല പീഡനം, കുട്ടിയോടുള്ള പീഡനം കണ്ടാൽ നിങ്ങൾ ഞെട്ടും. അതല്ലടാ, ഇതിടാളാ. കുട്ടിയോടുള്ള പീഡനം കണ്ടാൽ നിങ്ങൾ ഞെട്ടും. മരുമോനോട് മാമ ചെയ്തത് കണ്ടോ? ഹായ്, എങ്ങനെയുണ്ട് RX100ഉം അംബാസഡറും? സത്യം വയനാട് പോയില്ലേ? ഇവിടുത്തെ ബ്രിജേഷ് ചേട്ടനൊരു പക്ക എസ്തെറ്റിക് വൈബുള്ള ചേട്ടനാണ്. RX100ഉം അംബാസഡറും പിന്നെ ജീപ്പൊക്കെ ഉണ്ട്. ജീപ്പ് പക്ഷേ ഇവിടെ ലാസ്റ്റ് ചേച്ചിയുടെ വീട്ടിലാണ് പറഞ്ഞത്. ഇതാണ് ഗൈസ് ബ്രിജേഷ് ചേട്ടൻ, സൈഫർക്കാട് ഫ്രണ്ടാണ്. ഈ ചേട്ടൻ്റെ വീട്ടിലായിരുന്നു ഞങ്ങൾ നിന്ന്. സോ ഞങ്ങളിവിടെ വന്നിട്ട് എവിടെ അങ്ങനെ അധികം പോകാൻ പറ്റിയിട്ടുണ്ടായില്ല. സോ ഇന്ന് രാവിലെ പോകുന്നത് ബാനസുര സാഗർ ഡാമിലേക്കാണ്. അവിടെ നിന്ന് ഏകദേശം ഒരു 3/4 മണിക്കൂർ ഡിസ്റ്റൻസ് ഉണ്ടായിരുന്നു ബാനസുര സാഗർ ഡാമിലേക്ക്. ആൻഡ് ബി ഫ്രാങ്ക്, വയനാട്ടിൽ എല്ലാ റൂട്ടും നല്ല അടിപൊളി. പിന്നെ ഞങ്ങൾ വീക്കെൻഡ്സിൽ പോയതുകൊണ്ട് അത്യാവശ്യം നല്ല തിരക്കൊക്കെ ഉണ്ടായിരുന്നു ഡാമിൽ. ആൻഡ് ഇവിടെ ഞാൻ സെക്കൻഡ് ടൈം ആട്ടോ വരുന്നത്. ബാനസുര സാഗർ ഡാമിൽ ഞങ്ങളുടെ കോളേജിൽ തേർഡ് ഇയറിൽ ട്രിപ്പ് വന്നപ്പോൾ ഞാൻ വന്നിട്ടുണ്ടായിരുന്നു. ഇവിടെയൊക്കെ വന്നപ്പം ചെറുതായിട്ടൊരു നൊക്ലാജി വന്നൊരു ഫീലായിരുന്നു. പിന്നെ ഇത് ഇത്രയും സ്റ്റെപ്സ് കയറി അങ്ങ് മണ്ടയിൽ ചെല്ലുമ്പോഴാണ് നമ്മുടെ ഡാം. ആൻഡ് അന്ന് ഞാൻ കോളേജിൽ നിന്ന് പോയ സമയത്ത് എല്ലാവരുമായിട്ട് ചാടിത്തുള്ളിയൊക്കെ പോയത് എനിക്ക് ഭയങ്കരമായിട്ട് ഓർമ്മയുണ്ടായിരുന്നു കേട്ടോ ഇവിടെ. പിന്നെ അന്ന് പോയപ്പം ഇതിൻ്റെ അപ്പുറത്തെ സൈഡിലായിരുന്നു ഞങ്ങൾ പോയത്. ഇപ്രാവശ്യം ഞങ്ങൾ അങ്ങോട്ടേക്ക് പോയില്ല. ആൻഡ് ഈ സൈഡ് കണ്ടപ്പോഴത്തേക്ക് ശരിക്കും പറഞ്ഞാൽ അടിപൊളിയായിരുന്നു. കുറേ ഊഞ്ഞാൽ, കുറേ വെറുതെ ഇരിക്കാൻ വേണ്ടിയിട്ടുള്ള കുറേ സ്ഥലങ്ങൾ, അങ്ങനെ ഒരുപാട് സ്ഥലം ഇവിടെ ഉണ്ടായിരുന്നു. ഞങ്ങൾ കുറേ അധികം നേരം അവിടെ നിന്ന് കളിക്കുകയൊക്കെ ചെയ്തിട്ട് ഏകദേശം രണ്ട് മണിക്കൂറൊന്നും ഞങ്ങൾ അവിടെ സ്പെൻഡ് ചെയ്തിട്ടുണ്ടായി. പിന്നെ ഇവിടെ വാട്ടർ ആക്ടിവിറ്റീസ് ഉണ്ട് കേട്ടോ, അതായത് സ്പീഡ് ബോട്ട്, പെഡല്, അങ്ങനത്തെ കുറേ സംഭവങ്ങളൊക്കെ ഉണ്ട്. ഞങ്ങളൊന്നും അതിനകത്ത് പോയിട്ടുണ്ടായില്ല. ഹായ് വയനാട്ടിലെ ചേച്ചി. ശരിക്കും ആദ്യമായിട്ടാണോ? ഓ മൈ ഗോഡ് ഗൈസ്, വയനാട് ഉണ്ടായിട്ട് ആദ്യമായിട്ടാണ് അവള് ഫോട്ടോജീനിക്കാ. അവൾക്ക് കുറെ ഫോട്ടോസ് എടുക്കാൻ ഭയങ്കര ഇഷ്ടാ. ബ്രിജേഷ് ചേട്ടാ, വയനാടിനെ പറ്റി രണ്ട് വാക്ക് പറയോ? വയനാട് ഉള്ളവരുടെ വയനാടിനെ പറ്റി രണ്ട് വാക്ക് പറയോ? പറയില്ല, നീ പറടാ. നീ പറ. വ്ലോഗിൽ വരുവാടാ. കമോൺ സക്കു, കമോൺ. ഓക്കെ, ആലോചിച്ചിട്ട് അതോ ചേച്ചിന്ന് വെച്ചാ മതി. ഹായ്, ദിസ് ഈസ് ചന്തു, എമീസ് ബെസ്റ്റ് ഫ്രണ്ട്. ഇതാണ് എമിയുടെ ബെസ്റ്റ് ഫ്രണ്ട് ആണിത്. അവൻ നാണ് വരുന്നോടാ. ഇവിടെ പിന്നെ ഗെയിംസ് ഒരുപാടുണ്ട് കേട്ടോ. ആൻഡ് ഞാൻ ഇവിടുന്ന് എടുത്ത എൻ്റെ ഒരു വീഡിയോ വൈറലായി പോയിട്ടുണ്ടായിരുന്നു. ഇൻസ്റ്റഗ്രാമിൽ യൂട്യൂബിലൊക്കെ അത്യാവശ്യം നല്ല റീച്ച് കിട്ടിയൊരു വീഡിയോ ആയിരുന്നു. ആ വീഡിയോയ്ക്ക് ഏകദേശം 900K പ്ലസ് വ്യൂസ് യൂട്യൂബിൽ കിട്ടിയിട്ടുണ്ടായിരുന്നു. ആൻഡ് ആളെയിട്ടൊരു പണി കൊടുക്കണം എന്ന് കുറേ അധികം നാളായിട്ട് വിചാരിക്കുമായിരുന്നു. ഇതിലൂടെ അതങ്ങ് നടത്തിയെടുത്തു. പിന്നെ ഇവൻ ബുൾ റൈഡിൽ ഇവനൊന്നും കയറാൻ പറ്റത്തില്ലായിരുന്നു. അതുകൊണ്ട് ഭയങ്കര സാഡ് അടിച്ച് നിന്നത് ഈ സംഭവങ്ങളിനകത്തൊക്കെ കയറിയിട്ടുണ്ട്. അവൻ മാത്രമല്ല കേട്ടോ, ചന്തുവും കയറിയിട്ടുണ്ടായിരുന്നു. ആൻഡ് ഞാൻ ഒരുപാട്
ഒക്കെ ആയിട്ടുള്ള ഒരു പേഴ്സണാണ് ഈ ചന്തു. അതായത് എന്ത് ചെയ്താലും ആ ചന്തു ചെയ്യുന്നുണ്ട്, ചന്തുട്ടൻ എന്നൊക്കെ പറഞ്ഞ് ഫുൾ ടൈം കേൾക്കുന്ന ഒരു പേഴ്സണാണ് ഈ ചന്തു എന്ന് പറയുന്നത്. അങ്ങനെ ഞങ്ങൾ കുറേ അധികം നേരം ഒരുപാട് നേരം അവിടെ ടൈം സ്പെൻഡ് ചെയ്തതിന് ശേഷം ഞങ്ങൾ അവിടെ നിന്ന് നൈസായിട്ട് ഇറങ്ങി. നല്ല അടിപൊളി കാറ്റൊക്കെ ആയിരുന്നു കേട്ടോ. തിരിച്ചിറങ്ങി വന്നപ്പം ഇത് ചുമ്മാ ആ ഒരു കാറ്റിൽ ഞങ്ങൾ ഫ്ലെക്സ് ചെയ്യുന്നൊരു വീഡിയോ അത് മാത്രമാണിത്. പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി അവിടെ വയനാടില്ല അൾറയും പോയിട്ട് ഒരു കുഴിമന്തിയൊക്കെ കഴിച്ചിട്ട് നേരെ ഞങ്ങൾ ചൂരൽമലയിലേക്ക് പോയിട്ടോ. അങ്ങോട്ട് പോകുന്ന റൂട്ടിൽ ഒരു കുഞ്ഞു സ്ഥലം കണ്ട് ഇറങ്ങിയതാട്ടോ. ഞങ്ങൾക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ കുറേ അധികം ഫോട്ടോസും വീഡിയോസും ഒക്കെ ഇവിടുന്ന് എടുത്തിട്ടുണ്ടായി. പക്ഷേ ഞങ്ങൾ ഇവിടുന്ന് പോയപ്പം ഞങ്ങൾ അവിടെ എത്തിയപ്പോൾ ഏകദേശം 5 മണി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ നമുക്ക് അങ്ങോട്ട് പോകാൻ പറ്റിയിട്ടുണ്ടായില്ല. കാരണം അവിടെ 5 മണി വരെ ആളെ കയറ്റുള്ളൂ. ഹോണസ്റ്റ്ലി പറയുകയാണെങ്കിൽ അങ്ങോട്ട് പോകുമ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഹാർട്ട് ബീറ്റ് കൂടും കേട്ടോ. ഞാൻ വെറുതെ പറയാല്ല. നിങ്ങൾ ആരെങ്കിലും വയനാട് വന്നിട്ട് ചൂരൽമല പോവുകയാണെങ്കിൽ ഇങ്ങനെ തോന്നിയിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് പറയണം. പിന്നെ അവിടെ നിന്ന് ഞങ്ങൾ ഇറങ്ങി. ആക്ച്വലി അന്ന് രാത്രി ഞങ്ങൾ തിരിച്ചു പോകണമെന്ന് വിചാരിച്ചാൽ അന്ന് പോയില്ല, നെക്സ്റ്റ് ഡേ ആണ് പോയത്. കാരണം എന്ന് വെച്ചാൽ ഇന്ന് ആർഷ ചേച്ചിയുടെ ബർത്ത്ഡേ ആണ്. അതുകൊണ്ട് രാത്രി ഒരുപാട് പടക്കമൊക്കെ പൊട്ടിച്ച് നല്ല അടിപൊളിയായിട്ട് സെലിബ്രേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഞങ്ങൾ. അപ്പോൾ എന്താ ഇന്നത്തെ വീഡിയോ ഈ ഒരു സെലിബ്രേഷൻ കൊണ്ട് ഞാൻ നിർത്തും കേട്ടോ. ആ ചൂരൽമലേൻ്റെ വീഡിയോ ജസ്റ്റ് ഒരു 3 മിനിറ്റ്സ് 4 മിനിറ്റ്സ് എന്തേ ഉള്ളൂ. അത് ഞാൻ ഒരു സെപ്പറേറ്റ് വീഡിയോ ആയിട്ട് ഇടാം. അപ്പോൾ എന്താ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കരുത്. അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നത് വരെ ബൈ.